ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വചന പഠനത്തിനായിട്ട് ഓൺലൈനായും അല്ലാതെയും കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന പഠനം ആരംഭിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു ബുധനാഴ്ചയൂടെ ഞങ്ങൾക്ക് തിരുസന്നിധിയില് തിരുപാദപീഠത്തിൽ അടുത്തു വരുവാൻ അങ്ങയുടെ വചനം പഠിപ്പാൻ നൽകി തന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യും. ഓൺലൈനായും അല്ലാതെയും ഈ വചന പഠനത്തിൽ പങ്കുചേരുന്ന എല്ലാവരെയും തൃക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങള് ഇന്ന് ഒരു പുതിയ നിയമത്തിലെ ഒരു പുതിയ പുസ്തകത്തിന്റെ പഠനം ആരംഭിക്കുമ്പോൾ കർത്താവെ, അത് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ചും അവിടുന്ന് ഈ ലോകത്തില് മനുഷ്യനായി വന്ന് ജഡം ധരിച്ച് കർത്താവെ, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന് ഞങ്ങളെ വീണ്ടെടുത്തതിനെ കുറിച്ചുള്ള സുവിശേഷം കർത്താവെ, അങ്ങയുടെ ഈ ലോകത്തിലെ ജീവിതവും നടപടികളും അങ്ങയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും അവിടുത്തെ ഉപദേശങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള യോഹന്നാന്റെ സുവിശേഷം ഞങ്ങൾ പഠിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ഏവർക്കും കർത്താവെ, ആരൊക്കെ ഇനിയും ഇത് കേൾക്കുവാൻ ഇടയാകുന്നു അവർക്ക് ഏവർക്കും അത് അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും വീണ്ടെടുപ്പിന്റെയും അവസരമാക്കി തീർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അതിനായിട്ട് വചനം വിഭാഗിപ്പാനായിട്ട് അടിയനെയും ശക്തീകരിക്കണം. ഒരു കുഴൽ മാത്രമായി ഉപയോഗിക്കണം. അങ്ങയുടെ ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് അങ്ങയെ ഉയർത്തുവാനായിട്ട് മഹത്വപ്പെടുത്തുവാൻ അടിയനെ സഹായിച്ചാട്ട് കേൾക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും കൊടുന്ന് ഒരുക്കണമേ കർത്താവെ. അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നത് ഓർത്ത് നന്ദിയോട് സ്തോത്രം. ഈ ഗോസ്പൽ മീഡിയയുടെ പ്രവർത്തനങ്ങളെയും തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട് ഇതിന്റെ പിമ്പിൽ അധ്വാനിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. മഹത്വം തിരുമേനി എടുക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നാം ഇതുവരെയും ലേഖന ഭാഗങ്ങളാണ് പൊതുവിലെ പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഒരു സുവിശേഷം, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പഠനം ആരംഭിക്കുകയാണ്. ആദ്യമായി വിശ്വാസത്തിൽ വരുന്നവരെയും അന്വേഷകരായി ക്രിസ്തീയ വിശ്വാസത്തോട് ആഭിമുഖ്യം പുലർത്തുന്നവർക്കും ആദ്യമായി വായിക്കുവാൻ കൊടുക്കുന്ന അത് യോഹന്നാന്റെ സുവിശേഷമാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം ഏവർക്കും ഗ്രഹിക്കത്തക്ക വിധത്തിൽ വളരെ ലളിതമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. ലളിതം മാത്രമല്ല, എന്നാൽ വളരെ ആഴമേറിയ തിരുവചന സത്യങ്ങളും ഏറെ ഉൾക്കൊണ്ടിട്ടുള്ള കർത്താവിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അത് ഗ്രഹിക്കാവുന്ന ഒരു പ്രത്യേക പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തെ കുറിച്ചുള്ള അനേക പഠനങ്ങൾ നിരവധി ആളുകൾ, വലിയ പാണ്ഡിത്യമുള്ളവരും വേദപുസ്തകം ധാരാളമായി പഠിച്ചവരും ഒക്കെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇന്നും അതിലെ ചില ആത്മീയ സത്യങ്ങൾ അതുപോലെ പ്രകാശിപ്പിക്കുവാൻ എല്ലാവർക്കും കഴിഞ്ഞിട്ടില്ല. നാം ഇത് പഠിക്കുമ്പോൾ നമുക്ക് ഇതേറെ അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇവിടെ ആരംഭിക്കുകയാണ് യോഹന്നാന്റെ സുവിശേഷം. അപ്പോസ്തലനായ യോഹന്നാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്ന 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായിരുന്ന സെബദിയുടെ മകനായിരുന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്നാണ് ഇതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ എഴുത്തുകാരൻ ആരാണെന്ന്, യോഹന്നാൻ ആണ് ഇത് എഴുതിയതെന്ന് യോഹന്നാൻ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ആദിമ സഭാപിതാക്കന്മാരും പാരമ്പര്യവും എല്ലാം ഒന്നുപോലെ സമ്മതിക്കുന്ന വസ്തുതയാണ് ഇത് യോഹന്നാൻ എഴുതിയ സുവിശേഷമാണ്. യോഹന്നാൻ എന്തെങ്കിലും പരാമർശം തന്നെ കുറിച്ച് ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തു സ്നേഹിച്ച ശിഷ്യൻ എന്നുള്ളതാണ് യോഹന്നാൻ തന്നെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക പരാമർശം എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ കർത്താവ് മാളിക മുറിയിൽ വെച്ച് തന്റെ ശിഷ്യന്മാരുമായി ചേർന്ന് അന്ത്യ-അത്താഴം കഴിക്കുമ്പോൾ നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ ശിഷ്യന്മാരെല്ലാവരും തമ്മിൽ ഇത് ആരെക്കുറിച്ചാകുന്നു പറഞ്ഞത് എന്ന് വളരെ ക്യൂരിയസ് ആയിട്ട്
അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 13:23, യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവിടത്തെ ചാരിക്കൊണ്ടിരുന്നു. സിമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത് ആരെ കൊണ്ട് എന്ന് ചോദിപ്പാൻ പറഞ്ഞു. ആരാകുന്നു ഈ 12 പേരിൽ ആരാകുന്നു യേശുവിനെ കാണിച്ചു കൊടുത്തത് എന്ന് കൊടുക്കുവാൻ പോകുന്നത് എന്ന്, ആരെക്കുറിച്ചാകുന്നു യേശു പറയുന്നത് എന്ന് അറിയുവാൻ വേണ്ടി യേശുവിനോട് കൂടെ അന്ത്യത്താഴത്തിൽ ഏറ്റവും ചേർന്നിരുന്ന, ഇവിടെ പറയുന്നു യേശു സ്നേഹിച്ച യേശുവിന്റെ മാറുവിടത്ത് ചാരിക്കൊണ്ടിരുന്ന ശിഷ്യനെന്ന്. യോഹന്നാൻ തന്നെ കുറിച്ച് പറയുന്ന ഒരു പ്രധാന തെളിവ് അതാണ്, കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ. 19-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തില് യേശു ക്രൂശിൽ കിടക്കുമ്പോൾ യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്നും ശിഷ്യനോട് ഇതാ നിന്റെ അമ്മയെന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ യേശുവിന്റെ അമ്മയായും മറിയെ തന്നോടുകൂടെ ചേർത്തുകൊണ്ടു എന്ന് നാം വായിക്കുന്നുണ്ട്. പിന്നെ 20-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ മഗ്ദലക്കാരത്തി മറിയ കല്ലറയ്ക്ക് അടുക്ക ചെല്ലുമ്പോൾ ആരെയും കാണാഞ്ഞിട്ട് അവിടെ എത്തിയ ശിമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെല്ലുന്നു എന്ന് നാം വായിക്കുന്നു. 20-2. 21-7 യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് ഇത് യേശു ആകുന്നു എന്ന് തിബരിയാസ് കടലിൽ വെച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 21-20 പത്രോസിനോട് കർത്താവ് പറയുന്നു, ഈ യൗവനക്കാരനായിരുന്നപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നീ നടന്നു, നീ വൃദ്ധനായ ശേഷം മറ്റൊരുവൻ നരകെട്ടി എന്നെ കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ താൻ ഇന്ന വിധം മരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുകയായിരുന്നു. അപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ അവിടേക്ക് വരുന്നത് കണ്ടിട്ട് പത്രോസ് ഇവന്റെ മരണം എപ്രകാരമായിരിക്കും എന്ന് ചോദിക്കുന്നു. അവിടെയെല്ലാം യേശു സ്നേഹിച്ച ശിഷ്യൻ, യേശുവിന്റെ മാർവോട് ചാരിയിരുന്ന യേശുവിന്റെ അമ്മയായ മറിയെ കൈക്കൊണ്ട ശിഷ്യൻ എന്നീ കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 21-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ ഈ ശിഷ്യൻ ഇത് എഴുതിയവനും ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ആകുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇതിൽ നിന്നെല്ലാം മാത്രമല്ല, ഇത് എഴുതിയ വ്യക്തി യോഹന്നാന്റെ സുവിശേഷം നാം പഠിച്ചാൽ യഹൂദ മര്യാദകളെ കുറിച്ച്, ജൂയിഷ് കസ്റ്റംസിനെ കുറിച്ച്, പാലസ്തീന്റെ ഭൂപ്രകൃതിയെ കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു. മാത്രമല്ല ബഥാന്യയിൽ നിന്നും ഒലിവുമല വരെ എത്ര ദൂരം ഉണ്ടായിരുന്നു, അല്ലെ എമ്മൗസിലേക്ക് എത്ര ദൂരം ഉണ്ടായിരുന്നു എന്നെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യക്തിയാണ് യോഹന്നാൻ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെ യോഹന്നാൻ ഒരു ഐ വിറ്റ്നസ് അക്കൗണ്ട്, നേരിട്ട് കർത്താവിനോടുകൂടെ എപ്പോഴും സഞ്ചരിച്ച് ദൃക്സാക്ഷിയായിരുന്ന ഒരുവൻ എഴുതിയ വിവരമായിട്ടും യോഹന്നാന്റെ സുവിശേഷത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തില് ലാസറിനെ ഉയർപ്പിച്ച ശേഷം നടത്തിയ വിരുന്നില് ലാസറും യേശുവിന്റെ ശിഷ്യന്മാരും എല്ലാം ഇരിക്കുന്നിടത്ത് മറിയ ഒരു വെങ്കൽ ഭരണി പൊട്ടിച്ച് അവിടെ കർത്താവിന്റെ കാലിൽ തൈലം പൂശുന്നത് അവിടെ പറയുമ്പോൾ അതിന്റെ സൗരഭ്യം കൊണ്ട് ഭവനം വീട് നിറഞ്ഞു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ സംഭവം നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു ഐ വിറ്റ്നസ് അക്കൗണ്ടായിട്ടും ഇതിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ എനിക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ളത് 13-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. നമ്മള് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. അപ്പൊ അന്ത്യ അത്താഴത്തിൽ യേശുവിന്റെ മാർവോട് ചാരിക്കൊണ്ടിരുന്ന ശിഷ്യനായിട്ടാണ് യോഹന്നാൻ ഇവിടെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, തന്നെ വിവരിച്ചിരിക്കുന്നത്. യഹൂദന്മാരുടെ ക്രമം അനുസരിച്ച് അവര് ഇങ്ങനെ ചാരി ഇരിക്കുന്നതായിട്ട്, കൗച്ചില് സോഫ പോലെയുള്ള ഇരിപ്പിടങ്ങളിൽ ചാരി ഇരിക്കും. അപ്പൊ കാല് മറ്റൊരുവന്റെ അടുക്കിലേക്ക് വരും. അതുകൊണ്ടാണ് അവര് ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് കാല് കഴുകുന്ന ഒരു പതിവ് അവർക്കുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പം യേശു ഇങ്ങനെ ചാരിയിരുന്നപ്പോൾ യേശുവിന്റെ നെഞ്ചോട് മാർവിടത്തേക്ക് ചാരിയിരുന്ന ഒരു ശിഷ്യൻ. നമുക്കറിയാം, നാം ഒരാളുടെ മാർവിടത്തിലേക്ക് ചാരി ഇരിക്കുകയാണെങ്കിൽ
ചെവി ആ മനുഷ്യന്റെ നെഞ്ചോട് ചേർത്ത് അടുപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആ മനുഷ്യന്റെ ഹാർട്ട് ബീറ്റ് എന്താണെന്ന് കേൾക്കാനായിട്ട് കഴിയും. അപ്പൊ യേശുവിന്റെ ഹാർട്ട് ബീറ്റ് കേട്ട, യേശുവിന്റെ ഹൃദയം സ്പന്ദനം എന്താണെന്ന് തിരിച്ചറിഞ്ഞ വ്യക്തി ആരായിരുന്നു? യോഹന്നാനായിരുന്നു. യേശുവിന്റെ ഹൃദയ സ്പന്ദനം, ഹൃദയം ഇടിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞൊരു വ്യക്തിയായിരുന്നു യോഹന്നാൻ. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ ഏറ്റവും അധികം സ്നേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. കർത്താവിന്റെ ഹൃദയം എപ്പോഴും ഇടിച്ചത്, അല്ലെ, കർത്താവിന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് യഥാർത്ഥമായിട്ട് തിരിച്ചറിഞ്ഞൊരു വ്യക്തി ആയിരുന്നത് കൊണ്ട് യോഹന്നാൻ എഴുതി, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ സ്നേഹത്തെ കുറിച്ച്, യേശുവിന്റെ ഹൃദയം നശിച്ചു പോകുന്ന, നാശത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട് ഹൃദയം ഇടിക്കുന്ന ആ ഹൃദയമിടിപ്പ് കേട്ട വ്യക്തിയായിരുന്നു ആര്? യോഹന്നാൻ. യോഹന്നാന്റെ സുവിശേഷം വീണ്ടും പറയുന്നു, കർത്താവ് പറയുന്ന ആ പ്രധാന കൽപ്പന യോഹന്നാനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് ലോകം അറിയും. ദ മാർക്ക് ഓഫ് എ ക്രിസ്ത്യൻ ഈസ് ലവ്. ഒരു വിശ്വാസിയെ തിരിച്ചറിയുവാൻ ഉള്ള ഏക അടയാളം എന്ന് പറയുന്നത് അവന്റെ സ്നേഹമാണ്. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ ലോകം നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് അറിയും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ഹൃദയം ഇടിപ്പ് കേട്ട യോഹന്നാൻ, യേശുവിന്റെ ഹൃദയം ഇടിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ് ആ ഹൃദയം ഇടിക്കുന്നത് എന്ന് താൻ കേൾക്കുകയുണ്ടായി എന്ന് നമുക്ക് അതിനെ കുറിച്ച് കരുതാവുന്നതാണ്. അതുപോലെ യോഹന്നാന്റെ 1-ാം ലേഖനത്തിലും യോഹന്നാൻ അവിടെയും പറയുന്നു, ദൈവം കാണുന്ന സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയാത്തവന് കാണാത്ത ദൈവത്തെയും സ്നേഹിപ്പാൻ കഴിയുകയില്ല. ദൈവം സ്നേഹം തന്നെ. സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവ സ്നേഹം എന്താണെന്നും ദൈവത്തിൽ ജനിച്ചവൻ ആ സ്നേഹം ജീവിതത്തിൽ പകർത്തേണ്ടതാണെന്നും ആ ദൈവത്തിന്റെ സ്നേഹം ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് പകരുമെന്നും കർത്താവിന്റെ ഹൃദയം ഈ ലോകത്തിൽ മിടിക്കുമ്പോൾ ആ ഹൃദയസ്പന്ദനം എന്തായിരുന്നു, അതിന്റെ അർത്ഥം എന്തായിരുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ. ഇന്ന് നാം യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, കർത്താവിന്റെ ഹൃദയം എന്തിനു വേണ്ടി സ്പന്ദിച്ചു കൊണ്ടിരുന്നു, എന്തിനു വേണ്ടി സ്പന്ദിക്കുന്നു. ആ ഹൃദയസ്പന്ദനം തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്താൽ പ്രേരിതരായി അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. The love of Christ constraineth me, compels me. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്നുള്ള ആ ഹൃദയസ്പന്ദനം ഏറ്റെടുത്തുകൊണ്ട് അനേകര് നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അല്ലെ, വിധിയുടെ വിശാല താഴ്വരയിൽ ബഹുസഹസ്രം പേർ സമൂഹമായി വിനാശഗർത്തം പൂകിടുവാനായി വഞ്ചിതരായി പ്രയാണം ചെയ്തിടുമ്പോൾ, പോകുക നാം പോർവീരരായി രക്ഷകൻ യേശുവിൻ പ്രിയജനമേ, രക്ഷാദൂതിൻ പടകവുമായി ഉണർവോടെ മുന്നോട്ട് പോകുക. ആ പാട്ടുകാരൻ പാടുന്ന പോലെ കർത്താവിന്റെ ഹൃദയസ്പന്ദനം മനസ്സിലാക്കുന്നെങ്കിൽ യോഹന്നാൻ കേട്ടതുപോലെ ആ സ്നേഹത്തിന്റെ ദൂതുമായിട്ട്, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന പൗലോസ് പറയുന്നത് പോലെ നമുക്കും ആ സ്നേഹത്തിന്റെ ദൂത് ഏറ്റെടുത്ത് അനേകരെ കർത്താവിലേക്ക് ആനയിക്കാം. യോഹന്നാൻ ഈ ലേഖനം എഴുതുമ്പോൾ തന്നെ കുറിച്ച് മറ്റ് ഐഡന്റിറ്റി ഒന്നും പറയുന്നില്ല. സെബദി മക്കളെന്നോ, അല്ലെ, മറ്റൊരു പേരുണ്ടായിരുന്നു ബോവനേർഗസ്, അല്ലെ, ഇടിമക്കൾ എന്നു പേരുള്ള സൺസ് ഓഫ് തണ്ടേഴ്സ്, അല്ലെ, അവര് വലിയ ഇടിമക്കള് എന്നായിരുന്നു അവർക്ക് പേരിട്ടിരുന്നു. ഒരു ഇടിവെട്ടുന്നത് പോലെ ഒരുപക്ഷെ അവർ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരായിരുന്നു. അതിലൊരുവനായിരുന്നു, അല്ലെ, സെബദിയുടെ മക്കളിലെ യാക്കോബും യോഹന്നാൻ. ആ യോഹന്നാൻ അതൊന്നും പറയുന്നില്ല. ഇടിമക്കളിൽ ഒരുവനായ അല്ലെങ്കിൽ സെബദിയുടെ മകനായ യോഹന്നാൻ എന്നിവിടെ പറയുന്നില്ല. മറ്റൊരു ഐഡന്റിഫിക്കേഷൻ ആ യോഹന്നാനെ കുറിച്ച് പറയുവാനായിട്ടുള്ളത് വേദപണ്ഡിതന്മാർ പറയുന്നത്,
യോഹന്നാന്റെ അമ്മയായ ശലോമ യേശുവിന്റെ അമ്മയായ മറിയയുടെ സഹോദരിയായിരുന്നുവെന്നാണ്. അതും കൃത്യമായി അങ്ങനെ പറയുവാൻ കഴിയുമോ എന്ന് അതിന് ഉപോത്ബലകമായിട്ട് അതിന്റെ ഈ വേദഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് സെബദി മക്കളുടെ അമ്മയായ ശലോമ യേശുവിന്റെ അമ്മയായ മറിയയുടെ സഹോദരിയായിരുന്നുവെന്ന് പറയുവാനായിട്ട് കാരണം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 56-ാമത്തെ വാക്യം വായിച്ചാൽ, മത്തായിയുടെ സുവിശേഷം 27-ന്റെ 56, അവിടെ ക്രൂശിനരികെ നിന്ന സ്ത്രീകളെ കുറിച്ച് അവിടെ നാം വായിക്കുന്നുണ്ട്. മത്തായി 27-ന്റെ 56 ഒന്ന് വായിക്കാം. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയയും സെബദി പുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. അപ്പോ മത്തായി രേഖപ്പെടുത്തിയത് ക്രൂശിനരികെ നിന്ന് സ്ത്രീകളെ, ഒത്തിരിയും സ്ത്രീകളെ വേറെ ഗലീലയിൽ നിന്നും അവനെ അനുഗമിച്ച തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവനെ ശുശ്രൂഷ ചെയ്തു പോകുന്ന സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അവിടെ പ്രോമിനന്റ് ആയിട്ടുള്ള ചിലരുടെ പേരുകൾ പറയുകയാണ്. മഗ്ദലക്കാരത്തി മറിയ, യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയ. അത് യേശുവിന്റെ അമ്മയായ മറിയ തന്നെയാണ്. കാരണം യേശുവിന്റെ സഹോദരന്മാരാണ് യാക്കോബും യോസെ, യൂദ, സീമോൻ എന്നിവർ. അതിൽ രണ്ടുപേരുടെ പേര് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പറയുന്നു സെബദി പുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. അപ്പൊ മഗ്ദലക്കാരത്തി മറിയ, യേശുവിന്റെ അമ്മയായ മറിയ, സെബദി പുത്രന്മാരുടെ അമ്മ, 3 പേരുടെ പേര് ഇവിടെ പറയുന്നു. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 40-ഉം 41-ഉം വാക്യങ്ങളെ വായിച്ചാൽ, മർക്കോസ് 15-ന്റെ 40-ഉം 41. സ്ത്രീകളും ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും, ഇവിടെ ചെറിയ യാക്കോബിന്റെയും യോസയുടെയും അമ്മ മറിയ, അതായത് യേശുവിന്റെ അമ്മയായ മറിയ തന്നെ, മറിയയും ശലോമയും ഉണ്ടായിരുന്നു. ഇവിടെ സെബദി മക്കളുടെ അമ്മയുടെ പേര് അവിടെ സെബദി മക്കളുടെ അമ്മ എന്നുള്ളതല്ല പറയുന്നത്, ശലോമ എന്ന പേരാണ് പറയുന്നത്. അതേ 3 സ്ത്രീകളുടെ പേരുകൾ തന്നെ മർക്കോസും ആവർത്തിച്ചിരിക്കുന്നു. ഇനി യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം വായിച്ചാല്, യോഹന്നാന്റെ സുവിശേഷം 19-ന്റെ 25, യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും, അതായത് യേശുവിന്റെ അമ്മയായ മറിയയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയിൽ നിന്നിരുന്നു. ഇവിടെ 4 സ്ത്രീകളെ കുറിച്ച് പറയുന്നു അല്ലെ. അതില് പുതുതായിട്ട് വന്ന സ്ത്രീ എന്ന് പറയുന്നത് ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയാണ്. ബാക്കി 3 പേര് യേശുവിന്റെ ക്രൂശിനരികെ യേശുവിന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും. പിന്നെ പറയുന്നു മഗ്ദലക്കാരത്തി മറിയ. മഗ്ദലക്കാരത്തി മറിയ ഈ 3 അക്കൗണ്ട്സിലും 3 ഭാഗങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിടത്ത് സെബദി പുത്രന്മാരുടെ അമ്മയെന്നും വേറൊരിടത്ത് ശലോമ എന്നും യോഹന്നാൻ പറയുന്നു യേശുവിന്റെ അമ്മയും അമ്മയുടെ സഹോദരി. അപ്പൊ ഇതിൽ നിന്നാണ് ശലോമ എന്ന് പറയുന്ന സെബദി പുത്രന്മാരുടെ അമ്മ യേശുവിന്റെ അമ്മയായ മറിയയുടെ സഹോദരി ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ ഹ്യൂമൻലി സ്പീക്കിംഗ്, അല്ലെങ്കിൽ ലൗകികമായ കാഴ്ചപ്പാടിൽ യേശുവിന്റെ അമ്മയായ മറിയയുടെ സഹോദരിയായ ശലോമയുടെ മകനായി. ഈ ശലോമയാണ് നമുക്കറിയാം യേശുവിന്റെ അടുക്കൽ ചെന്നേച്ച് പറഞ്ഞു, എന്റെ മക്കളിൽ ഒരുവനെ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോ നിന്റെ ഇടത്തും നിന്റെ വലത്തും ഇരുത്തണമെന്ന് പറഞ്ഞത്. അപ്പൊ യേശുവിന്റെ അടുക്കൽ കടന്നു വരുവാൻ അവർക്കൊരു ഇച്ചിരൂടെ ഒരു ആക്സസ്, ഒരു അവകാശം ഉണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ചെന്നത്. ഏതായാലും അതൊരു ഒരു പെർഫെക്റ്റ് കൺക്ലൂഷൻ അല്ല. എങ്കിലും യേശുവിന്റെ അമ്മയായ മറിയയുടെ സഹോദരിയായ ശലോമയുടെ മകനായിരുന്നു യോഹന്നാൻ എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. അപ്പോ ഈ യോഹന്നാൻ അങ്ങനെയൊന്നും തന്നെ കുറിച്ച് പരിചയപ്പെടുത്തുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, സെബദിയുടെ മകനെന്നോ ഇടിമക്കളിൽ ഒരുവനെന്നോ യേശുവിന്റെ അമ്മയായ മറിയയുടെ സഹോദരിയായ ശലോമയുടെ മകനെന്നോ ഒന്നും പരിചയപ്പെടുത്തുന്നില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് മാത്രമാണ് യോഹന്നാൻ തന്നെ പരിചയപ്പെടുത്തുന്നത്. യോഹന്നാൻ അറിയാം ദൈവത്തിന്റെ സ്നേഹം എന്നെ തേടി വന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ആരും ആകുമായിരുന്നില്ല. ഇത്ര വലിയ സ്നേഹത്തിന് പാത്രനാകുവാൻ
ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ പുത്രൻ എന്നെ തേടി വന്നു എന്ന് യോഹന്നാനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് യോഹന്നാൻ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോ യോഹന്നാന് എഴുതിയതും കൂടുതലും സ്നേഹത്തെ കുറിച്ചാണ്. പിന്നീട് പൗലോസാ പറയുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതും നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ആ യോഹന്നാന്റെ ലേഖനം എഴുതുമ്പോൾ യോഹന്നാന് ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ അതുകൂടെ പറഞ്ഞിട്ട് പോകാമെന്ന് കരുതുന്നു. യോഹന്നാന്റെ ലേഖനം എഴുതുമ്പോഴും താന് യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആദ്യം മുതൽ ഉള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. അവിടെയും യാതൊരു വേർഡ്ലി ക്ലെയിമും, ലൗകികമായ യാതൊരു അവകാശവാദങ്ങളും യോഹന്നാൻ പറയുന്നില്ല. യേശുവിനെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ താന് ആ ദൈവപുത്രൻ എന്നുള്ള നിലയിലാണ് താന് അവതരിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെ യോഹന്നാനെ കുറിച്ച് പറയാനുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, യോഹന്നാൻ ശിഷ്യന്മാരിൽ ഏറ്റവും ഇളയവനായിരുന്നു എന്ന് കരുതപ്പെടുന്നു. കാരണം ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നതും യോഹന്നാനായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം എഴുതിയത് AD 85 ശേഷമുള്ള ഒരു തീയതിയിലായിരിക്കുമെന്ന് കരുതപ്പെടുന്നു. അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്. യോഹന്നാൻ, നമുക്കറിയാം, യോഹന്നാന് പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടു. അവിടെ വെച്ചാണ് വെളിപ്പാട് പുസ്തകം എഴുതുന്നത്. അതിനു മുമ്പ് 3 ലേഖനങ്ങളും ഈ സുവിശേഷവും എഴുതി. വെളിപ്പാട് പുസ്തകം പത്മോസ് ദ്വീപിൽ വെച്ച് എഴുതി. പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്താനുണ്ടായ കാര്യമായിട്ട് പറയുന്നത്, യോഹന്നാനെ നിരവധി തവണ കൊല്ലുവാനൊക്കെ ശ്രമിച്ചു. അവസാനം തിളച്ച എണ്ണയിൽ മുക്കി കൊല്ലുവാനായിട്ട് ശ്രമിച്ചിട്ടും യോഹന്നാൻ മരിക്കാഞ്ഞത് കൊണ്ട് യോഹന്നാനെ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോ യോഹന്നാൻ മറ്റെല്ലാ ശിഷ്യന്മാരെക്കാളും കൂടുതൽ കാലം ജീവിച്ചിരുന്ന വ്യക്തി ആരായിരുന്നു? യോഹന്നാനായി. അതുകൊണ്ട് തന്നെ യോഹന്നാൻ ആദിമ ക്രിസ്തീയ സഭയിലെ പല കൂടിവരവുകളിലേക്കും കടന്നു ചെല്ലുമ്പോൾ ഈ സുവിശേഷങ്ങളൊക്കെ, ആദ്യം എഴുതിയ സുവിശേഷം മർക്കോസ് അല്ലെ, പിന്നീട് എഴുതിയ സുവിശേഷങ്ങള് മത്തായി, ലൂക്കോസ് സുവിശേഷങ്ങളൊക്കെ ആ കൂടിവരവുകളിലൊക്കെ വായിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ആ സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോൾ യോഹന്നാൻ അവിടെ ഇരുന്നത് കേട്ടോണ്ടിരിക്കുമ്പം യോഹന്നാന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയെന്നാണ് പറയപ്പെടുന്നത്, ഈ കർത്താവ് ചെയ്ത പല കാര്യങ്ങളും, പറഞ്ഞ പല കാര്യങ്ങളിലും ഈ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. ഉദാഹരണത്തിന് യേശു ലാസറിനെ ഉയർപ്പിച്ചത് യോഹന്നാൻ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയത് അടയാളങ്ങളുടെ ആരംഭമായി ചെയ്തു എന്ന് യോഹന്നാൻ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെക്കുറിച്ച്, ശിഷ്യന്മാരുടെ കാല് കഴുകിയതിനെ കുറിച്ച് യോഹന്നാൻ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ യോഹന്നാന്റേതായ വിവരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നീട് 14 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ കർത്താവ് മാളിക മുറിയിൽ വെച്ച് തന്റെ ശിഷ്യന്മാരോട് നടത്തിയതായിട്ടുള്ള വിടവാങ്ങൽ സന്ദേശം എന്ന് പറയാം. ഞാൻ ഇനി അധികകാലം കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല എന്നൊക്കെ താൻ പറയുമ്പോൾ ശിഷ്യന്മാര് വളരെ കലങ്ങി, ഹൃദയം കലങ്ങി, വളരെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ അവരോട് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം ആരംഭിക്കുന്നത് എങ്ങനെ? 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള വാക്യം. 13-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളില് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അപ്പോ വളരെ ഹൃദയം കലങ്ങിയിരുന്ന, വളരെ കർത്താവ് ഇവിടുന്ന് പോവുകയാണ്, 3.5 വർഷം കർത്താവിനോടൊന്നിച്ച് നടന്ന, ഉണ്ടും അല്ലേ ഉറങ്ങിയും എല്ലാം കർത്താവിനോട് കൂടെ സഞ്ചരിച്ച ശിഷ്യന്മാർക്ക് കർത്താവ് പെട്ടെന്ന് മാറ്റപ്പെടുന്നു എന്ന് അല്ലേ 13-ാം അധ്യായത്തിൽ യൂദ ആ അത്താഴത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പോയ ശേഷം യേശു അവരോട് പറയുകയാണ് 13-ാം അധ്യായത്തിൽ 33-ാമത്തെ വാക്യം, കുഞ്ഞുങ്ങളെ ഞാൻ ഇനി കുറഞ്ഞു എന്ന് മാത്രം നിങ്ങളോട് കൂടെ
ഇരിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കും, ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. കർത്താവ് പോകുന്നതിന് മുമ്പ് അവരോട് പറയുകയാണ്, ഞാൻ ഇനി അധികകാലം നിങ്ങളോടുകൂടെ കുറഞ്ഞോ എന്ന് മാത്രം, ഫോർ എ ഷോർട്ട് വൈൽ ഞാനിവിടെ നിങ്ങളോടുകൂടെ ഇരിക്കും. തനിക്ക് പോകുമ്പോൾ പറയാനുള്ള എന്തോ, നിങ്ങൾ തമ്മിൽ തല്ലരുതല്ലേ, നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടരുത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ ശിഷ്യന്മാരെന്ന് അറിയും. യഹൂദന്മാരോട് പറഞ്ഞ പോലെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, കുറഞ്ഞൊന്ന് മാത്രം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും. അപ്പൊ യൂദ കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അത്താഴത്തിൽ നിന്ന് ഇറങ്ങി പോയ ശേഷം പറയുന്നു. അപ്പോഴവരുടെ ഹൃദയം കലങ്ങിപ്പോയി. അവർ വളരെ പ്രയാസപ്പെട്ടപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാനായിട്ട് പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കലിൽ ചേർത്തോളൂ. കർത്താവ് അവസാനമായിട്ട് പറയുന്ന വാക്കുകൾ അവിടെ തൊട്ട് അങ്ങോട്ട് ആരംഭിക്കുകയാണ്. പിന്നെ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ തരുന്നതിനെ കുറിച്ചും, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. തുടർന്ന് 15-15 അധ്യായത്തില് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. 16 അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, നിങ്ങളെ കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയക്കും, അവൻ വന്ന് നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തും. 17 അധ്യായത്തിലെ കർത്താവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന, ഇത് സംസാരിച്ചിട്ട് താൻ സ്വർഗത്തേക്ക് നോക്കി ആദ്യം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിന്നെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായിട്ട് അല്ലെ, ആ പ്രാർത്ഥനയുടെ ഒടുവിൽ ശിഷ്യന്മാരിലൂടെ ദൈവത്തിന്റെ വചനം കേട്ട്, എന്റെ വചനം കേട്ട് എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 17 അധ്യായത്തിന്റെ ഒടുവിലാണ് കർത്താവ് എന്താ കൊടുക്കുന്നത്? മാളിക മുറിയിൽ നിന്ന് ഇറങ്ങി. 18 അധ്യായം നോക്കിയാട്ട്, 18 അധ്യായത്തിന്റെ തുടക്കം എന്താണ്? ഇത് പറഞ്ഞിട്ട് യേശു തന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന, തന്റെ ആ മധ്യസ്ഥ പ്രാർത്ഥന, തനിക്ക് വേണ്ടി തന്നെ, തന്നോട് കൂടെ നടന്ന ശിഷ്യന്മാർക്ക് വേണ്ടി, പിന്നെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു? തന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ആ ലിസ്റ്റില് ഉണ്ടായിരുന്നു. നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടിയും കർത്താവ് എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു? മാളിക മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അല്ലെ, അത് പറഞ്ഞിട്ട് 18 അധ്യായം തുടങ്ങുന്ന ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കിദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി. അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു, നമുക്കറിയാം. ഗെത്സമനെ തോട്ടത്തിലേക്ക് താൻ പോവുകയാണ്. അവിടെ വെച്ചാണ് യേശുവിനെ അറസ്റ്റ് ചെയ്തത്. അപ്പൊ അന്ത്യ മുതൽ ഈ മഹാപൗരോഹിത്യ പ്രാർത്ഥന വരെയുള്ള ആ ലെങ്തി ഡിസ്കോഴ്സ് ഓഫ് ജീസസ്, യേശുവിന്റെ ആ നീണ്ട പ്രഭാഷണങ്ങളും കർത്താവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയും യോഹന്നാൻ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെ? മറ്റു സുവിശേഷങ്ങളിലൊന്നും രേഖപ്പെടുത്തിയിട്ട്. അത് പറഞ്ഞിട്ട് യേശു മാളിക മുറി ഇരുന്ന, സഹിയോൻ മാളിക നിൽക്കുന്ന ആ മലയിൽ നിന്ന് ഇറങ്ങി താഴേക്ക് പോവുക. താഴെ പോകുമ്പോ അത് കിദ്രോൻ തോട. കിദ്രോൻ തോടിന്റെ നേരെ അക്കരയ്ക്കാണ് ഒലിവുമല. ആ ഒലിവുമലയിലാണ് ഗെത്സമന തോട്ടം. അവിടെ താനെ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോ അവിടെ വെച്ചാണ് യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ കർത്താവിന്റെ അന്ത്യ നിമിഷങ്ങൾ, തനിക്ക് പറയാനുള്ളതെല്ലാം രേഖപ്പെടുത്തിയത് യഥാർത്ഥമായി നമുക്ക് ലഭിച്ചത് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം ഇല്ലായിരുന്നെങ്കിൽ പുതിയ നിയമത്തിന്റെ അവസ്ഥ, നമ്മുടെ അവസ്ഥയൊന്ന് നോക്കിക്കാട്ടെ എങ്ങനെ ആയിത്തീർന്നു. അപ്പൊ യോഹന്നാൻ അവസാനം ഇത് എഴുതിയപ്പം ഇതെല്ലാം വിട്ടുകളഞ്ഞല്ലോ മറ്റേ സുവിശേഷങ്ങളിലെന്ന് യോഹന്നാന് മനസ്സിലായി. മത്തായി ഇത് രേഖപ്പെടുത്തിയില്ല, മാർക്കോസും രേഖപ്പെടുത്തിയില്ല, യോഹന്നാനും ഇത് ലൂക്കോസും ഇത് ഇത്ര വിശദമായിട്ട് രേഖപ്പെടുത്തിയില്ല. അപ്പൊ ഇത് എഴുതാൻ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള മനുഷ്യൻ ആരായിരുന്നു? യേശു സ്നേഹിച്ച, യേശുവിന്റെ മാർവോട് ചാരിയിരുന്ന, ഒരു വിധത്തിൽ ഫസ്റ്റ് കസിൻ എന്ന് തന്നെ വിളിക്കാവുന്ന എല്ലാ അപ്പോസ്തലന്മാരും മരിച്ച ശേഷവും, അവര് രക്തസാക്ഷികളായി തീർന്ന ശേഷം പിന്നീടും ജീവിച്ചിരിപ്പാൻ ദൈവം അനുവാദം നൽകിയ യോഹന്നാൻ. ആ യോഹന്നാൻ ഇത് വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിരിക്കും. യോഹന്നാൻ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പറയുന്നത്, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ കൊണ്ട് തൊട്ടതും
ഞങ്ങൾക്ക് പ്രത്യക്ഷമായ ജീവന്റെ വചനം എന്നാണ് യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ആദി മുതലുള്ളതും അല്ലെ. ഇവിടെ യോഹന്നാൻ ആരംഭിക്കുന്നതും അങ്ങനെ തന്നെ. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ താൻ എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. നമുക്കറിയാം. ഞാൻ വീണ്ടും ആ സുവിശേഷങ്ങളിലേക്ക് ഒന്ന് പോകട്ടെ. മത്തായി എഴുതിയത് 4 സുവിശേഷങ്ങളെ കുറിച്ചും വേദ പണ്ഡിതന്മാർ പറയുന്നത് 4 ഗോസ്പെൽസ് ആർ 4 പോർട്രേറ്റ്സ് ഓഫ് ജീസസ്. യേശുവിന്റെ 4 ഛായാചിത്രങ്ങളാണ് 4 സുവിശേഷങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്. 4 പോർട്രേറ്റ്സ്. ഒരു പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ചായം കൊണ്ട് വരയ്ക്കുന്ന ചിത്രം, ഛായാചിത്രം എന്ന് വിളിക്കാം. അപ്പോ മത്തായി യേശുവിനെ കുറിച്ച് തന്റെ ഭാവനയിൽ തനിക്ക് ലഭിച്ച അറിവും വെളിപ്പാടും വെച്ച് ഒരു ചിത്രം യേശുവിനെ കുറിച്ച് വരച്ച് നമുക്ക് തന്നു. മത്തായി ഒരു യഹൂദനായി മാത്രമല്ല, മത്തായിയുടെ മറ്റേ പേരെന്തായിരുന്നു? ലേവിയാൻ അല്ലെ. ചുങ്കസ്ഥലത്തിരുന്ന് ടാക്സ് കളക്ടർ ആയിരുന്നു മത്തായി ചുങ്കസ്ഥലത്ത് നിന്ന് ടാക്സ് ബൂത്തിൽ നിന്നാണ് അവനെ കർത്താവ് വിളിക്കുന്നത്. അപ്പോ വളരെ കണക്കെഴുതാനൊക്കെ സമർത്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 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 ക്ലിയർ കട്ട് അക്കൗണ്ട് ഓഫ് ജീസസ് ലൈഫ്, യേശുവിന്റെ ജീവിതത്തിന്റെ ഒരു ചെറിയ കണക്ക് പുസ്തകം പോലെ അദ്ദേഹം എഴുതി. അദ്ദേഹം യഹൂദനായിരുന്നത് കൊണ്ട് തന്നെ ഹി റോട്ട് പ്രൈമർലി ടു ദ ജൂയിഷ് ഓഡിയൻസ്. യഹൂദന്മാരായ ആളുകൾക്ക് വേണ്ടിയാണ് അല്ലെ. യഹൂദന്മാര് വിശ്വസിക്കണം, യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണം. യേശു പഴയ നിയമങ്ങളിലെ പ്രവചനങ്ങളുടെ നിവർത്തി യേശു ക്രിസ്തുവിലാണ് ഉണ്ടായതെന്നും യേശു ക്രിസ്തു ദാവീദിന്റെ പുത്രനായിരുന്നു എന്നും വിശ്വസിക്കണം. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ദൈവം അയച്ച രാജാവാണ് യേശു എന്ന് വിശ്വസിക്കണമെന്നുമാണ് മത്തായിയുടെ സുവിശേഷത്തിന്റെ ഊന്നൽ എന്ന് പറയും. കിങ് ഓഫ് ജൂസ്, യഹൂദന്മാരുടെ രാജാവ്. അതുകൊണ്ട് തന്നെ മത്തായിയുടെ സുവിശേഷത്തില് തലമുറകളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുമ്പം 1-ാം അധ്യായത്തിൽ നമ്മൾ എങ്ങനെ വായിക്കുന്നത്? അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ യേശു ക്രിസ്തു വരെ 14. അങ്ങനെ 14, 3, 42 തലമുറകളുടെ ലിസ്റ്റ് അവിടെ കൊടുത്തിരിക്കും. അതായത് അബ്രഹാമിന്റെ സന്തതിയായി ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ച് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന യഹൂദ ഗോത്രത്തിന്റെ സിംഹമായ രാജാവാണ് യേശു ക്രിസ്തു എന്ന് രേഖപ്പെടുത്താനാണ് ആര് ശ്രമിച്ചത്? മത്തായി ശ്രമിച്ചത്. യഹൂദന്മാരുടെ രാജാവ് എന്നുള്ളതായിരുന്നു മത്തായിയുടെ സുവിശേഷത്തിന്റെ ഊന്നൽ എന്ന് പറയുന്നു. എന്നാൽ മർക്കോസിന്റെ പ്രത്യേകത, മർക്കോസിലും യേശുവിന്റെ ബർത്ത് നറേറ്റീവ്സ് ഇല്ല അല്ലെ. യേശു ക്രിസ്തുവിന്റെ ജനനം സംബന്ധിച്ച വിവരമൊന്നും മർക്കോസും രേഖപ്പെടുത്തിയിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞങ്ങ് തുടങ്ങാം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. ഇങ്ങനെയാണ് മർക്കോസ് ആരംഭിക്കുന്നത്. എന്നാൽ മർക്കോസിന്റെ ഊന്നൽ, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യത്തിൽ മർക്കോസ് പറയുന്നു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല അല്ലെ. മർക്കോസ് 10:45. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. സൺ ഓഫ് മാൻ കെയിം അല്ലെ, നോട്ട് ടു റിസീവ് സംബഡി എൽസസ് മിനിസ്റ്റർ. ആരെയും ശുശ്രൂഷ സ്വീകരിപ്പാനായിട്ടല്ല കർത്താവ് വന്നത്. അവനൊരു സെർവന്റ് ആയിട്ട്, ഒരു ദാസനായിട്ട് ശുശ്രൂഷിപ്പാനായിട്ട്, അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാൻ അത്രേ വന്നത്. റാൻസം ഫോർ മെനി, അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായിട്ട് കൊടുപ്പാനും അത്രേ വന്നതെന്ന് പറയും. അവിടെ മർക്കോസ് എഴുതിയിരിക്കുന്ന, മർക്കോസിനെ കുറിച്ച് പറയുന്നത്, മർക്കോസ് റോട്ട് ഫോർ ദ ബിസി റോമൻസ്. റോമാക്കാര് യേശുവിനെ മനസ്സിലാക്കുവാനായിട്ട് താന് അനേകരെ, ദുഃഖത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവരെ, രോഗികളെ സൗഖ്യമാക്കിയ ഒരു സെർവന്റ് പോർട്രേറ്റ് ആയിരുന്നു. യേശുവിനെ ഒരു ദാസനായിട്ടാണ് മർക്കോസ് അവതരിപ്പിച്ചത്. എന്നാൽ ലൂക്കോസ് എഴുതിയതോ, ലൂക്കോസ് നമുക്കറിയാം ഈ സുവിശേഷങ്ങളിൽ എഴുതിയതിൽ യഹൂദനല്ലാത്ത ഏക വ്യക്തി ആരായിരുന്നു? ലൂക്കോസ് ആയിരുന്നു. മത്തായി അത് ലേവി യഹൂദനായിരുന്നു, മർക്കോസ് യഹൂദനായിരുന്നു, യോഹന്നാനും യഹൂദനായിരുന്നു. എന്നാൽ ലൂക്കോസ് ഒരു ജാതീയനായി.
ലൂക്കോസ് അപ്പോസ്തലനെ പൗലോസിന്റെ കോ ട്രാവലർ ആയിരുന്നു, അല്ലെ, കൂടെ സഞ്ചരിച്ചതായിട്ടുള്ള വ്യക്തി. അപ്പോ പൗലോസിൽ നിന്നും ഒക്കെ കേട്ട വിവരങ്ങൾ അനുസരിച്ചായിരിക്കും ലൂക്കോസ് എഴുതിയത്. ലൂക്കോസ് പറയുന്നുണ്ട്, ഒരു സൂക്ഷ്മമായി ഒരു ചരിത്രം ചമയ്ക്കേണ്ടത് പലരും ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ലൂക്കോസ് ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്, പലരും എഴുതിയിട്ടുണ്ട്. എന്നാൽ സൂക്ഷ്മമായി ഒരു ചരിത്രം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ ശ്രീമാനായ തെയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകരുമായവർ നമ്മെ ഫരമേൽപ്പിച്ചതുപോലെ, അപ്പോൾ അതിനു മുമ്പ് സുവിശേഷം എഴുതിയിട്ടുണ്ട്. ഫരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്ന നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. നമുക്കറിയാം, ലൂക്കോസ് ഒരു ഡോക്ടറായിരുന്നു, ഒരു വൈദ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ക്ലിനിക്കൽ പ്രിസിഷനോടുകൂടെ, ഒരു ഡോക്ടറുടെ കൃത്യതയോടുകൂടെ തന്നെ ആദ്യം മുതലുള്ള വസ്തുതകളൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ച് എഴുതിയ വ്യക്തിയാണ് ആര്? ലൂക്കോസ്. ലൂക്കോസ് അതുകൊണ്ട് തന്നെ കർത്താവിന്റെ ജനനത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ടല്ലേ ആട്ടിടയന്മാർ വന്നതും. മാത്രമല്ല, ലൂക്കോസ് ഒരു ജാതീയനായിരുന്നത് കൊണ്ട് ഒരു യഹൂദന് വേണ്ടി ദൈവം അയച്ചൊരു വ്യക്തിയായിട്ടല്ല യേശുവിനെ പ്രസന്റ് ചെയ്യുന്നു. പിന്നെയോ, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു, യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കും. അപ്പൊ ലൂക്കോസിന്റെ പോർട്രേറ്റ്, ലൂക്കോസിന്റെ വാങ്മയ ചിത്രം, ഛായാചിത്രം എന്ന് പറയുന്നത് സർവ്വജനത്തിനും ദൈവം തന്ന സന്തോഷമാണ്. ആര്? കർത്താവായ യേശു ക്രിസ്തു. മാത്രമല്ല, ലൂക്കോസ് ജീനിയോളജി എഴുതുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തലമുറകളെ കുറിച്ച് എഴുതുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തില് യേശു താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസഫിന്റെ മകനെന്ന് ജനം വിചാരിച്ചു. എന്നിട്ട് പുറമോട്ട് പറയുകയാണ്, യോസഫ് ഹേലിയുടെ മകൻ, ഹേലി മത്താത്തിന്റെ മകൻ, മത്താത്ത് ലേവിയുടെ മകൻ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നിട്ട്, അല്ലെ, ശേത്തിന്റെ കാര്യം പറഞ്ഞു. ശേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ. അതിന്റെ അർത്ഥം എന്താണ്? യേശു ക്രിസ്തു ആദാമ്യ സന്തതിയായി ലോകത്തിലേക്ക് വന്നു. മത്തായി അബ്രഹാം മുതലുള്ള കാര്യമേ പറഞ്ഞുള്ളെങ്കിൽ ലൂക്കോസ് ആദാം മുതൽ യോസഫ് വരെയുള്ള ചരിത്രം പറയും. അപ്പൊ എല്ലാവർക്കും വേണ്ടിയാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നതെന്ന് ലൂക്കോസ് രേഖപ്പെടുത്തി. എന്നാൽ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ടാണ് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയത് എന്തിനാണെന്ന് യോഹന്നാന്റെ സുവിശേഷം നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. 20-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ ദ പർപ്പസ് ഓഫ് റൈറ്റിംഗ് ഓഫ് ജോൺസ് ഗോസ്പൽ, യോഹന്നാന്റെ സുവിശേഷം എഴുതിയതിന്റെ ഉദ്ദേശം എന്താണെന്ന് യോഹന്നാൻ തന്നെ വ്യക്തമായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ 20:31 യേശു ദൈവപുത്രൻ എന്ന് യേശു വായിച്ചാട്ടെ. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇതെഴുതിയിരിക്കും. അപ്പോ യോഹന്നാൻ എഴുതിയതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മറ്റു 3 പേരും എഴുതിയതിന് 3 ഉദ്ദേശങ്ങളായിരുന്നു, അല്ലേ? ഉദ്ദേശങ്ങൾ എല്ലാം തന്നെ പ്രസക്തമാണ്, പ്രാധാന്യം അർഹിക്കുന്നതാണ്, അല്ലേ? ഒരാൾ യേശുവിനെ രാജാവായി വരച്ച് മത്തായി കാട്ടിയെങ്കിൽ മർക്കോസ് യേശുവിനെ ഒരു സെർവന്റ് ആയിട്ട്, ഒരു ദാസനായിട്ട്, അല്ലെ, ശുശ്രൂഷ ഏൽക്കുവാനല്ല ശുശ്രൂഷിപ്പാൻ വന്നവനായിട്ട് വരച്ചു കാട്ടുന്നു. ലൂക്കോസ് സർവ്വജനത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിൽ വന്ന സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം, ആദാം മുതലുള്ള ചരിത്രം താന് അതുകൊണ്ടാണ് ആ തലമുറകളെ കുറിച്ച് രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഇവിടെ യോഹന്നാന്റെ പർപ്പസ് എന്ന് പറയുന്നത് യേശു ദൈവപുത്രൻ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. എന്നാൽ അതിന്റെ മുകളില് യോഹന്നാൻ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. 30-ാമത്തെ വാക്യം 20:30 ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. അപ്പൊ യോഹന്നാൻ പറയാണ്, ഞാൻ എഴുതിയത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഇതല്ലാതെ മറ്റനേകം അടയാളങ്ങളുണ്ട്. യോഹന്നാൻ പിന്നെയും പറയുന്നുണ്ട്, മുഴുവനും എഴുതിയ പുസ്തകം തന്നെ
21 അധ്യായത്തിന്റെ 25 വാക്യം, അവസാനത്തെ വാക്യം. യേശു ചെയ്തത് മറ്റു പലതും ഉണ്ട്, അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. അപ്പൊ യേശുവിന്റെ ഈ 3.5 വർഷക്കാലത്തെ ചരിത്രം പോലും എഴുതിയാൽ ലോകത്തിൽ പുസ്തകങ്ങൾ ഒതുങ്ങത്തില്ല, അതുപോലെ എഴുതാനുണ്ട്. എങ്കിലും ഞാൻ ഏറ്റവും പ്രസക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഓർപ്പിച്ചത് ഞാൻ എഴുതുകയാണ് എന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ പറയുകയാണ്, ഇത് എഴുതിയതിന്റെ പ്രൈമറി പർപ്പസ് ഓഫ് റൈറ്റിംഗ് ജോൺസ് ഗോസ്പെൽ എന്ന് പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം എഴുതിയതിന്റെ ഏറ്റവും പരമവും പ്രാഥമികവുമായ ഉദ്ദേശം യേശു ദൈവപുത്രനായി ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരുന്നു. അപ്പോ യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് താൻ സുവിശേഷം എഴുതിയതിന്റെ ഉദ്ദേശം അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തെ കുറിച്ച് വീണ്ടും പറഞ്ഞാൽ, യോഹന്നാൻ ആരംഭിക്കുമ്പോൾ അവിടെ യോസഫില്ല, മറിയയില്ല, സെൻസസിന് പോയ പേർ വഴി ആർത്തേണ്ടതിന് പോയ ചരിത്രമില്ല, ബേദലഹേമിൽ ചെന്നതായിട്ട് പറയുന്നില്ല, വഴിയമ്പലത്തിൽ സ്ഥലമില്ലായികയാൽ യേശു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് പുൽത്തൊട്ടിയിൽ കിടത്തി എന്ന് പറയുന്നില്ല, ആട്ടിടയന്മാർ വന്നതോ വിദ്വാൻമാർ വന്നതോ പൊന്നും മൂരും കുന്നിരിക്കവും കാഴ്ചവെച്ചതോ ഹെരോദാവിനെ കുറിച്ചോ ഒന്നും യോഹന്നാൻ രേഖപ്പെടുത്തുന്നില്ല. അതെല്ലാം വിട്ടുകളഞ്ഞിട്ട് യോഹന്നാൻ ഏറ്റവും പ്രസക്തമായ കാര്യമാണ് രേഖപ്പെടുത്തുന്നത്, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. യോഹന്നാന് യേശുവിനെ കണ്ടത് പറഞ്ഞല്ലോ ഒരു ലൗകികമായ കാഴ്ചപ്പാടില്ല. തീർച്ചയായിട്ടും യേശു ഒരു മനുഷ്യ ശിശുവായി ലോകത്തിൽ ജനിച്ചു, ജഡം ധരിച്ച മനുഷ്യനായി ഈ ലോകത്തിൽ 33.5 വർഷം ജീവിച്ചു. അതിൽ 30 വയസ്സുവരെയും തന്റെ ഭവനത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു. 3.5 വർഷം പരസ്യ ശുശ്രൂഷ ചെയ്തു. ഇതെല്ലാം ഉണ്ടെങ്കിലും യോഹന്നാൻ യേശുവിനെ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. യോഹന്നാൻ ഒരു പുതിയ ഐഡിയ പറയുകയാണ്, ഒരു പുതിയ ലോഗോസ് എന്ന വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ യോഹന്നാൻ. യേശുവിനെ വചനമായിട്ട് താൻ പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്മസിന് പ്രസക്തമായ കാര്യങ്ങളൊന്നും യോഹന്നാൻ രേഖപ്പെടുത്തുന്നില്ല. യോഹന്നാൻ യേശുവിനെ വചനമായിട്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ തന്റെ ലേഖനവും ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, ആദി മുതലുള്ളതും ഞങ്ങൾ കണ്ടതും. 1 യോഹന്നാൻ 1-ാം അധ്യായം നമുക്ക് ഒന്നുകൂടെ എടുക്കാം. അപ്പോ 1 യോഹന്നാൻ 1-ാം അധ്യായം വായിച്ചാൽ, ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും. യോഹന്നാൻ അപ്പോ ഓർക്കാണ്, ഞാൻ എത്ര പ്രാവശ്യം യേശുവിനെ തൊട്ടിട്ടുണ്ട്, ഞാൻ അവന്റെ മാറോട് ചാരി ഇരുന്നിട്ടുണ്ട്, ആയ ജീവന്റെ വചനം. എന്നാൽ യേശു എന്ന ഒരു മനുഷ്യൻ എന്നുള്ള മനുഷ്യപുത്രനായി വന്ന ദൈവപുത്രൻ, ഇവിടെ പറയുന്നത് ജീവന്റെ വചനം. ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ തൊട്ടതും ഞങ്ങൾ മാർബോട് ചാരിയിരുന്നതും ഒക്കെ ആരോടായിരുന്നു? ജീവന്റെ വചനത്തോടെ. ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്തു. ഇവിടെ യേശുവിനെ നിത്യജീവനായിട്ടാണ് ലേഖനത്തിൽ പ്രസന്റ് ചെയ്യുന്നത്. ഇവിടെ പ്രസന്റ് ചെയ്യുമ്പോൾ ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്ന പോലെ തന്നെയാണ് യോഹന്നാൻ സുവിശേഷം ആരംഭിക്കുന്ന. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഇൻ ദ ബിഗിനിങ് വാസ് വേർഡ്. ആദിയിൽ ഇൻ ദ ബിഗിനിങ് വാസ് വേർഡ്. അതായത് സമയം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ, സകലവും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ ജോൺ പ്രസൻസ് ദ പ്രീ എക്സിസ്റ്റന്റ് ഗോഡ് who existed before all the creation, visible or invisible. കാണുന്നതും കാണപ്പെടാത്തവയുമായ സകല സൃഷ്ടിക്കും മുൻപേ ഉള്ളവൻ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട്. ദ പ്രീ എക്സിസ്റ്റന്റ് ഗോഡ്. മാത്രമല്ല, ഇവിടെ ദൈവത്തെ വചനം എന്നാണ് പറയുന്നത്. വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്?
ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ അതൊരു ദാറ്റ് ഈസ് നോട്ട് ഒരു ഇറ്റ്സ് നോട്ട് മിയർലി എൻ ഐഡിയ ഓർ മിയർലി എ വോയിസ്. ഒരു വെറും ശബ്ദമായിട്ടോ വെറും ഒരു ആശയമായിട്ടോ മാത്രമല്ല യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. ആ ശബ്ദം ഇസ്രായേൽ മക്കൾ കേട്ട ശബ്ദമാണ്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം നമുക്ക് വചനം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു മോശ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാൽ ഞാൻ തന്നെ വായിക്കാം. വിശേഷാൽ ഹോരേബിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ദിവസത്തിൽ ഉണ്ടായ കാര്യം മറക്കരുത്. അന്ന് യഹോവ എന്നോട് ജനത്തെ എന്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക, ഞാൻ എന്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും. അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണമെന്ന് കൽപ്പിച്ചുവല്ലോ. അങ്ങനെ നിങ്ങൾ അടുത്തു വന്നു, പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു. അന്ധകാരവും മേഘവും കൂരിലും ഉണ്ടായിരിക്കെ പർവ്വതം ആകാശമധ്യത്തോളം തീ കാളിക്കത്തിക്കൊണ്ടിരുന്നു. യഹോവ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്തു, നിങ്ങൾ വാക്കുകളുടെ ശബ്ദം കേട്ടു, ശബ്ദം മാത്രം കേട്ടതല്ലാതെ രൂപമൊന്നും കണ്ടില്ല. അപ്പൊ ദൈവം ഇസ്രായേൽ മക്കളോട് സംസാരിക്കുവാനായിട്ട് അവരെ ഹോരേബിലേക്ക് വിളിച്ചു കൂട്ടി. അവർ ജനമെല്ലാം പർവ്വതത്തിന് ചുറ്റുപാടും നിന്നു. ദൈവം മേഘത്തിൽ പർവ്വതത്തിലേക്ക് ഇറങ്ങി വന്നു. പർവ്വതം തീ കൊണ്ട് കാളിക്കത്തിക്കൊണ്ടിരുന്നു. കാളിക്കത്തുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആളിക്കത്തുന്നല്ലേ, ആകാശത്തോളം മുട്ട തീ കാളി കത്തിക്കൊണ്ടിരുന്നു. ആ തീയുടെ നടുവിൽ നിന്ന് ദൈവം ഇസ്രായേൽ മക്കളോട് സംസാരിച്ചു. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പറയുന്ന സ്ഥൂലമായതും തീ കത്തുന്നതും അല്ലേ, കൂരിരുട്ട്, അന്ധതമസ, മേഘം എന്നിവയുടെ അടുക്കലേക്കല്ല നിങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലെ നാം വായിക്കുന്നു. അത് ഈ സംഭവത്തെ കുറിച്ച് 10 കൽപ്പന കൊടുത്തപ്പോഴത്തെ ആ സംഭവത്തെ കുറിച്ച്. എന്നിട്ട് പറയുന്നു, അവൻ നിങ്ങളോട് കൽപ്പിച്ച 13-ാമത്തെ വാക്യം 4 ആവർത്തനം 4:13 നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് അവൻ നിങ്ങളോട് കൽപ്പിച്ച തന്റെ നിയമമായ 10 കൽപ്പനകളെ അവൻ നിങ്ങളെ അറിയിക്കുകയും 2 കൽപ്പനകൾ എഴുതുകയും ചെയ്തു. 15-ാമത്തെ വാക്യം, നിങ്ങൾ നന്നായി സൂക്ഷിച്ചു കൊള്ളുവീൻ, യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ല. അപ്പൊ ദൈവത്തെ ഇസ്രായേൽ മക്കള് അനുഭവിച്ചറിഞ്ഞത് എങ്ങനെയാ? അവന്റെ വചനമായിട്ട്, അവന്റെ ശബ്ദമായിട്ട്. അവരാ ശബ്ദം കേട്ടു. 147-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ മറ്റു യാതൊരു ജാതിക്കും ദൈവം ചെയ്തിട്ടില്ല. ആ ദൈവത്തിന്റെ ശബ്ദമായി ഇസ്രായേൽ മക്കള് ദൈവത്തെ അറിഞ്ഞു. അവന്റെ രൂപമൊന്നും കണ്ടില്ല. അവരാകെ കണ്ടത് പർവ്വതം തീ കാളി കത്തിക്കൊണ്ടിരിക്കുന്നു. ആ തീയുടെ നടുവിൽ നിന്ന് അവരോട് സംസാരിക്കുന്ന ദൈവത്തെ രൂപമൊന്നും കണ്ടില്ല. അതുകൊണ്ട് ആ രൂപമൊന്നും ഉണ്ടാക്കരുതെന്ന് പറയുന്നത്. എന്നിട്ട് 4-ാം അധ്യായത്തിന്റെ 35, 36 വാക്യം, നിനക്കോ ഇത് കാണുവാൻ സംഗതി വന്നു, യഹോവ തന്നെ ദൈവം, അവനല്ലാതെ മറ്റൊരുത്തനും ഇല്ല എന്ന് നീ അറിയേണ്ടതിന് തന്നെ അവൻ നിനക്ക് ബുദ്ധി ഉപദേശിക്കേണ്ടതിന് ആകാശത്ത് നിന്ന് തന്റെ ശബ്ദം നിന്നെ കേൾപ്പിച്ചു, ഭൂമിയിൽ തന്റെ മഹത്തായ തീയും നിന്നെ കാണിച്ചു. നീ അവന്റെ വചനവും തീയുടെ നടുവിൽ നിന്ന് കേട്ടു. തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന, അപ്പോ എന്തോ പർവ്വതം തീ കാളി കത്തിക്കൊണ്ടിരിക്കുക, ഭൂമി അവന്റെ ശബ്ദത്തിങ്കൽ വിറയ്ക്കുകയാണ്. അതുകൊണ്ട് പിന്നീട് ഇസ്രായേൽ മക്കൾ പറഞ്ഞു, മോശയോട് പറഞ്ഞു, ദൈവം ഇനി നേരിട്ട് ഞങ്ങളോട് സംസാരിക്കേണ്ട, നീ കേട്ടേച്ചു വന്ന് ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഇനി ഞങ്ങൾ ദൈവത്തിന്റെ ശബ്ദം നേരിട്ട് കേട്ടാ ഞങ്ങള് മരിച്ചു. അപ്പോ യഹോവയായ ദൈവത്തെ അവര് വചനമായിട്ടാണ് അവർക്ക് ആ ശബ്ദം അവർ കേട്ടു. യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം. യെശയ്യാവ് 55:11 എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും, അത് വെറുതെ എന്റെ അടുക്കലേക്ക് വരാതെ ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. അപ്പോ ദൈവത്തിന്റെ വായിൽ നിന്ന്, ദ വേർഡ് ഓഫ് ഗോഡ് ദാറ്റ് പ്രൊസീഡ്സ് ഫ്രം ദ മൗത്ത് ഓഫ് ഗോഡ്. ഇതൊക്കെ എന്തിനാ ദൈവത്തിന്റെ വായെന്നും ദൈവത്തിന്റെ കൈയെന്നും ദൈവത്തിന്റെ കണ്ണെന്നും ഒക്കെ നമ്മളോട് പറഞ്ഞു തരുന്നു? ദൈവത്തിന് വായും മൂക്കും കണ്ണും എല്ലാം ഉള്ളത് കൊണ്ടാണ്. നമുക്ക് മനസ്സിലാകണമെങ്കിൽ അങ്ങനെ പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. തന്റെ നീട്ടിയ ഭുജം കൊണ്ട് അവൻ ഇസ്രായേലിനെ വിടുവിച്ചു. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. യഹോവയെ ചെവി ചായിക്കണമേ.
യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു അല്ലേ, തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അല്ലേ. 2 16:9. അപ്പൊ കണ്ണെന്നും ചെവിയെന്നും കൈയെന്നും ഒക്കെ പറയുന്നത് ദൈവം നമ്മുടെ കൂട്ടൊരു ശരീരരൂപിയായിട്ടല്ല, പിന്നെയോ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ചെവിയെന്നും കണ്ണെന്നും ഒക്കെ പറഞ്ഞെങ്കിലേ മനസ്സിലാകും. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും വിഗ്രഹം ഉണ്ടാക്കരുത്. കാര്യം നിങ്ങൾ രൂപം കണ്ടതല്ലാതെ നിങ്ങൾ ശബ്ദം കേട്ടതല്ലാതെ ഒന്നിന്റെയും രൂപം കണ്ടില്ല. അപ്പം വചനമായി ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെട്ട ദൈവം, ആ ദൈവത്തെ യോഹന്നാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ആദിയിൽ ആ വചനം ഉണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, ആ വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 4 വാക്കുകളിലാണ് ആ അല്ലേ ഒരു വലിയ ചരിത്രം അവതരിപ്പിക്കും. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്, ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ്, ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്. 3 സെന്റൻസ്, ചെറിയ സെന്റൻസ്. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്, ദ വേർഡ് വാസ് വിത്ത് ഗോഡ്, ദ വേർഡ് വാസ് ഗോഡ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. എന്ന് പറഞ്ഞാൽ സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ വചനം. ആ വചനത്തെ കുറിച്ച് എബ്രായ ലേഖനകർത്താവ് എന്താ പറയുന്നത്? എബ്രായ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചാൽ, എബ്രായ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം. അപ്പൊ പുത്രൻ മുഖാന്തരം ആ ലോകത്തെ ഉണ്ടാക്കിയത്. അത് തന്നെ ഇവിടെ യോഹന്നാനും പറയുന്നുണ്ട്, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പൊ ദൈവം സൃഷ്ടിച്ചതെല്ലാം തന്റെ വചനം കൊണ്ടാണ് സൃഷ്ടിച്ചത്. ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ, അത് ദൈവത്തിന്റെ വായിൽ നിന്ന് ആ ശബ്ദം പുറപ്പെട്ടപ്പോൾ സകലവും ഉളവായി. ആ വചനത്തെ കുറിച്ചാണ് ഇവിടെ യോഹന്നാൻ പറയും, ദ പ്രീ എക്സിസ്റ്റന്റ് ഗോഡ്. ആ വചനം ജഡമായിട്ട് തീർന്നു. ഞാൻ പറഞ്ഞല്ലോ, ആ വചനം എന്ന് പറയുന്ന ഒരു ആശയമല്ല, വെറും ഒരു ശബ്ദം മാത്രമല്ല. ദാറ്റ് ഈസ് ദ ഇറ്റേണൽ പ്രീ എക്സിസ്റ്റന്റ് ഗോഡ്, ദ ഇറ്റേണൽ വേർഡ് ഓഫ് ഗോഡ്. നിത്യമായ സകലത്തിനും മുമ്പനായിട്ടുള്ള ആ ദൈവത്തെ കുറിച്ച്, ദൈവവചനത്തെ കുറിച്ച് യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിച്ചാൽ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു, എന്നിരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ആയവൻ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 22:13. ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകും. ആ ദൈവം മോശയ്ക്ക് വെളിപ്പെട്ടപ്പോൾ മോശ ചോദിച്ചു, നിന്റെ പേരെന്തോ? ഞാൻ എന്തോ പറയണമെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ പറയണം. ഐ ആം ദാറ്റ് ഐ ആം, അൽഫ ആൻഡ് ഒമേഗ, ദി അൺചേഞ്ചിങ് ഇറ്റേണൽ പ്രീ എക്സിസ്റ്റന്റ് ഗോഡ്. മാറ്റമില്ലാത്തവൻ, ആദിയും അന്തവുമായവൻ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവൻ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണുവാൻ കഴിയാത്തവനായി, നിത്യരാജാവായി, അക്ഷയനും അദൃശ്യനുമായ ദൈവം. ആ ദൈവത്തെ കുറിച്ചാണ് വചനം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അതിന്റെ ബാക്കി ഭാഗങ്ങള് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഇന്ന് സമയം പോയതുകൊണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാം ദൈവത്തെ കുറിച്ച് എപ്രകാരം മനസ്സിലാക്കിയിരിക്കുന്നു? യോഹന്നാൻ മാറോടി ചാരിയിരുന്ന് ആ ഹൃദയമിടിപ്പ് കേട്ട്, സർവത്തിന്റെയും ഉടയവനായ, ആദിയും അന്തവുമായ, അൽഫയും ഒമേഗയുമായ, സകലത്തിനും കാരണഭൂതനായ, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നു, തീയുടെ നടുവിൽ നിന്ന് അരുളി ചെയ്ത ദൈവശബ്ദമായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച്